ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോൾ നല്ല മഴക്കാലം എന്ന് വേണമെങ്കിലും പറയാം, നല്ല വേനൽക്കാലം എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. മഴയുള്ള സമയത്ത് ഇത് 4-5 ദിവസമായി എടുത്തിട്ട്. അന്ന് നല്ല മഴയായിരുന്നു, പിന്നെ അതിന് ശേഷം നല്ല വെയിലായി. ഇപ്പം ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം നല്ല മഴയാണ്. ഇന്ന് കുറച്ച് നേരമൊക്കെ വിളിച്ചതിന് ശേഷമാണ് എണീറ്റിരിക്കുന്നത്. മോരുകറിയല്ല, എന്താ പറയുക, മാമ്പഴപ്പുളിശ്ശേരി ഇരിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ പിന്നെ അത്ര നേരത്തൊന്നും എണീറ്റിട്ടില്ല, നേരൊക്കെ ഒന്ന് വിളിച്ചായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഒറോട്ടി അറിയില്ലേ, കുറച്ച് കട്ടിയിൽ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുന്ന അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ നൈസ് പത്തിരിയില്ലേ, അതിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊടി വാട്ടിയെടുത്തതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ആവാം. ഇതിങ്ങനെ കൈകൊണ്ട് പരത്തുന്നതല്ലേ, മറ്റേതിങ്ങനെ പലകയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പരത്തിയെടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിലാണ് പരത്താൻ എളുപ്പം ഒറോട്ടിക്ക്. പിന്നെ അതിൽ ജീരകവും ചെറിയ ഉള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പും തേങ്ങയും. ഇന്നിതിലേക്ക് കറി എഗ്ഗ് കൊണ്ട് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൽ പനീറിങ് മാറ്റിയിട്ട് അതിന് പകരം എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രം. സെയിം തന്നെ, റെസിപ്പി എല്ലാം സെയിം തന്നെ. ഞാനതിന് മുൻപൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുക ചെയ്യുക, എന്നിട്ട് അതിലിങ്ങനെ കിടന്ന് വെന്ത് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് ആ മുറ്റത്ത് നിൽക്കുന്ന ബൊഗൈൻവില്ലയില്ലേ, അത് കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നടക്കാൻ അവിടെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ വെട്ടി ഒതുക്കിയത്. ഇനിയിപ്പോൾ മഴക്കാലത്ത് അധികം പൂക്കളൊന്നും ഇടില്ലല്ലോ, ഇനി അതൊന്നും അധികം വെട്ടി ശരിയാക്കാനുണ്ട്. ഇത് കയ്പ്പയ്ക്ക ഫ്രൈ ആക്കാൻ വെച്ചതാണ്. 2 ദിവസം മുൻപ് കയ്പ്പയ്ക്ക ഫ്രൈ ആക്കിയിരുന്നു, അപ്പോൾ ബാക്കിയുള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതെടുത്തിട്ട് ഇപ്പം ഇന്ന് ഫ്രൈ ആക്കുന്നതാണ്. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എന്നാ പറയണം, അണ്ടിപ്പരിപ്പും തക്കാളിയൊക്കെ അരച്ചതില്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കറിയിലേക്കുള്ളത്. മറ്റേ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് ഒരു 1.25 ഗ്ലാസ് വേണ്ട വെള്ളം, ഒരു ഗ്ലാസ്സിനേക്കാളും അധികം വേണം. അങ്ങനെ കുറച്ചൊരു 2-3 സ്പൂൺ വെള്ളം അധികം വേണം. അതിങ്ങനെ നമ്മൾ വാട്ടുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. പിന്നെ വെള്ളം ഇത്തിരി എങ്ങാനും കുറവുണ്ടെങ്കിൽ ഒന്ന് കൈ നനച്ചിട്ട് കുഴച്ച് കൊടുത്താൽ മതി. ഇതിൽ പക്ഷേ ഒരു 1.25 ഗ്ലാസ്സെങ്കിലും വെള്ളം വേണ്ടി വരും. പരത്തുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. മറ്റേ നൈസ് പത്തിരിയുടെ പോലെ അല്ലല്ലോ. അപ്പോൾ ഒന്നുകൂടിയും വെള്ളം നനച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ നൈസ് പത്തിരിയിലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളത്തിൽ. ഇതിന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പരത്തുന്നതിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തേക്കും. ഇപ്പോൾ വാഴൻ്റെ ഇലയിൽ പരത്തുന്ന സമയത്ത് അതിൽ വെളിച്ചെണ്ണ തേക്കും. പിന്നെ ചൂടുന്ന സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ ചെയ്യാറില്ല അങ്ങനെ. ഒന്നുകൂടി മുരിഞ്ഞ് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലതാണ്. പക്ഷേ അത്രയ്ക്കൊന്നും ഞാൻ ചെയ്യാറില്ല. ഈ പത്തിരിയുടെ, അതായത് പത്തിരിയല്ല, ഒറോട്ടി എന്ന് പറയും. ചില ഭാഗത്തിന് വേറെ പല പേരുകളാണ് കേട്ടോ അതിനൊക്കെ. ഇവിടെ ഒറോട്ടി എന്നാണ് പറയുക. കുറച്ച് കട്ടിയിലാണ് ഉണ്ടായിരിക്കുക ഇങ്ങനെ, എന്നാൽ ഒരുപാട് കട്ടിയല്ല അങ്ങനെ. പിന്നെ നമ്മളൊക്കെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് കട്ടിയൊക്കെ നമുക്ക് തന്നെ അങ്ങ് തീരുമാനിക്കാം. തീരെ നൈസാക്കണ്ടെന്ന് മാത്രം. ഇന്ന് സൂര്യൻ ലഞ്ചിന് ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ കറിയും ഈ പത്തിരിയും ഒറോട്ടിയും അവന് ഇഷ്ടമാണ്. അപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ ഉപ്പേരി എന്ന് വേണമെങ്കിൽ പറയാം, അല്ല ഫ്രൈ കയ്പ്പയ്ക്കാണല്ലോ, അത് അവന് വലിയ തൃപ്തിയില്ല. അപ്പോൾ പിന്നെ വേഗം ഒറോട്ടിയും ആ കറിയും ഇഷ്ടമുള്ളതല്ലേ, അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞു. ബട്ടർ മസാല എന്നൊക്കെയാണ് കറി പറയുന്നതെങ്കിലും ബട്ടർ ചേർക്കുന്നത് ലാസ്റ്റിൽ ഇത്തിരി കൊണ്ടേ ചേർക്കുന്നുള്ളൂ. ഈ മുൻപ് ഏതൊരു സിനിമയിൽ ഡയലോഗില്ലേ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ തോന്നുന്നു, ടൈഗർ ബിസ്ക്കറ്റിൽ എവിടെയോ ടൈഗർ എന്ന് വയ്ക്കുന്ന പോലെ പോയി പോവും അല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാനുള്ളത്, എൻ്റെ ചേച്ചിക്ക് DD ആയിട്ട് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. കാസർഗോഡാണ് കേട്ടോ. നാളെയാണ് ജോയിൻ ചെയ്യുന്നത്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഇതുവരെ DO ആയിട്ട് ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് DO ആയിട്ടുള്ള സമയത്ത്. കുറേ മുൻപ് ഒരു വീഡിയോ, എത്ര വർഷമായി, ഇപ്പോൾ 2 വർഷം ആവാറായി തോന്നുന്നുണ്ട് അല്ലേ. ആ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എന്താ പറയുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയില്ലേ, അതുപോലെ നിന്ന് അതായത് അന്ന് തുടങ്ങിയപ്പോഴൊക്കെ വളരെ എന്ത് ചെയ്യണം അങ്ങനെ വളരെ ചെറിയ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരു ഇതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ നൃത്തമൊക്കെ ചെയ്തല്ലോ, പിന്നെയാണ് റീസ്റ്റാർട്ട് ചെയ്തതും. അപ്പോഴൊക്കെ ഈ ചാനൽ എന്തൊക്കെയോ ചേച്ചിക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്നെയും കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കും ഒരു ആവേശം ഉണ്ടായിരിക്കും. അങ്ങനെ
കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിൽ മെയിൻ ഒരാൾ ചേച്ചിയായിരുന്നു കേട്ടോ. ഏട്ടനുള്ള ലഞ്ച് പാത്രത്തിലാക്കുന്നേ ഉള്ളൂ. ഇത് മാമ്പഴപ്പുളിശ്ശേരിയാണ്. ഇന്നലെ രാത്രി ചോറും കറിയൊക്കെ ആയിരുന്നു വെച്ചത്. അപ്പോൾ ഞാൻ കറി വെക്കാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കത് കണ്ടിട്ട് ഞാനത് കുറച്ചധികം ഉണ്ട് എടുത്ത് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് ഞാനങ്ങ് കറി വെച്ചു. ഇപ്പോൾ സൂര്യനെ സ്കൂളിലാക്കിയിട്ട് ഏട്ടൻ പാർസൽ എടുക്കാൻ പോയിരിക്കുകയാണ്. സാരി കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് വന്നിട്ട് വേണം ഇനി ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ വന്നിട്ട് ലഞ്ച് എടുത്തിട്ട് പോവുള്ളൂ. ഈ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഇടയ്ക്ക് മൊബൈൽ നോക്കിയിട്ട് ഓർഡറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെല്ലാം ആ സമയത്ത് ഞാനിങ്ങനെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ തിരക്ക്, അതിൻ്റെ ഇടയിൽ ഞാൻ ഓർഡർ എടുക്കുന്നു. പിന്നെ അത് സ്പീഡിൽ എപ്പോഴെപ്പോഴും അത് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് പോയിട്ട് ഓർഡർ എടുക്കാമെങ്കിൽ മൊബൈൽ ഇങ്ങനെ തിരിച്ച് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊന്നും കാണിക്കാത്തത്. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ പേയ്മെൻറ്റൊക്കെ അയക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ പേയ്മെൻറ്റ് അയച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കാഞ്ഞാലും ഒക്കെ. ഞാനിപ്പോൾ ബ്രാൻഡ് നെയിം മാറ്റിയ കാര്യം ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. മിഴി ബൈ ഷെബി എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണും. ആദ്യം ഗോൾഡൻ വ്യൂ ബൈ ഷെബി എന്നായിരുന്നു പേര്. അന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അതിന് മുൻപ് തന്നെ ഇങ്ങനെ ആലോചന വന്നിരുന്നത് മിഴി എന്നുള്ള പേരിൽ തന്നെ ആയിരുന്നു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് ഗോൾഡൻ വ്യൂവിലേക്ക് എത്തി. പക്ഷെ ഞാൻ എപ്പോഴും അഡ്രസ്സ് എഴുതുമ്പോൾ എൻ്റെ പേരിലല്ലേ വെക്കണം. അപ്പോൾ ഷെബി കഴിഞ്ഞിട്ട് പിന്നെ താഴെ മിഴി, അത് വീട്ടുപേര് മിഴിയല്ല, അതങ്ങനെ വെച്ച് പോയിരുന്നു. പിന്നെ അത് ലോഗോ ഒന്നും ഡിസൈൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് മതിയായിരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ പറയുക, ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം ലോഗോ ഒക്കെയാണ് ചെയ്യാൻ. ഞാൻ ലോഗോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ഈ പഴം ഉണ്ടല്ലോ, ഇത് തീരെ ഇവിടെ ചിലവാവില്ല. വെണ്ണീറും പൂവെന്നോ അങ്ങനെ എന്താണ് പറയുക, ഒരു ടേസ്റ്റ് ഇല്ലാത്ത പഴമാണ്. വീട്ടിലാണെങ്കിൽ നിറച്ചുണ്ടാവും ചെയ്യും. അതും വലിയ വലിയ പഴമാണ് ഉണ്ടാവേ. അപ്പോൾ അതങ്ങനെ അവിടെ തന്നെ അങ്ങനെ വെച്ചിരിക്കുക. കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ആരും ആ വഴി പോവില്ല. മറ്റു പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കും നന്നായി. ഇത് മാത്രം ആരും അങ്ങനെ എടുത്ത് കഴിക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, മിഴി എന്നുള്ള പേര് ആണ് ഇപ്പോൾ ഈ പേര് മാറ്റിയത്. ആദ്യം ഗോൾഡൻ വ്യൂ എന്ന് ഞങ്ങൾ മിഴിയിലേക്ക് മാറ്റി. ലോഗോ വെച്ചിട്ടില്ലായിരുന്നു ആദ്യം തന്നെ. അതൊക്കെ ഈ ബിസിനസ് തുടങ്ങിയപ്പോഴും കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് കഴിയട്ടെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം തന്നെ എല്ലാം കൂടി ചെയ്യണ്ട. എങ്ങനെയാണ് സെയില് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വർഷം ഞാൻ ലോഗോ ഒന്നും ഇല്ലാണ്ട് പോയി. എന്നിട്ടാണ് ഇപ്പോൾ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ ലോഗോ വെച്ചു, ഇതിൽ എന്താ പറയുക ഇൻസ്റ്റാ പേജിനൊക്കെ ലോഗോ വെച്ചു. ഇനി അഡ്രസ്സിലും ഒക്കെ ലോഗോ വെച്ച് ഒന്നുകൂടി നന്നാക്കി. ഇനി വെബ്സൈറ്റൊക്കെ കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഈ ലോഗോ അധികം നിർബന്ധമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്യാവശ്യം റീച്ചുള്ള യൂട്യൂബ് ചാനലുള്ള കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാരികളും ഒന്നും ഞാൻ അങ്ങനെ എത്തിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ സെയിലാവുന്ന സാരികളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല. ആ ഓൺലൈനിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് സെയിലായി പോകുന്ന സാരികളാണ് നമ്മൾക്കൊരു എന്താ പറയുക ധൈര്യം അത് ചെയ്യാനാണ്. നമ്മളൊന്ന് ശരിയായിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് പിന്നെ കുറച്ചുകൂടി വെറൈറ്റി സാരികളിലേക്കൊക്കെ പോവുക. അതായത് സ്റ്റോക്ക് ഇങ്ങനെ ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകരുതല്ലോ, പെട്ടെന്ന് സെയിലാവണ്ടേ, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റോക്ക് എടുക്കാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലെത്തുള്ളൂ. അത് കാരണമാണ് ഞാൻ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരികളാണ് കൂടുതൽ ചെയ്യുന്നതിൻ്റെ കാര്യം. ഈ സ്ലൈഡിങ് ഡോസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇടയിൽ കിടക്കുന്ന ചെളി എന്തെങ്കിലുമൊക്കെ പൊടി മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതിനിടയിൽ. അതിങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ചിട്ടാണ് എളുപ്പം. നമ്മളെപ്പോഴും വാക്യൂം ക്ലീനർ എടുക്കാൻ ഇനി ചെറിയൊരു വാക്യൂം ക്ലീനർ വാങ്ങിക്കണം. ഇവിടെ ഇരിക്കുന്ന കുറച്ച് വലുതാണ്. അപ്പോൾ അത് എടുക്കാനുള്ളൊരു മടി കാരണം പിന്നെ അത് കൈകൊണ്ട് ഇങ്ങനെ തുണി വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ അങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ എൻ്റെ കുറേ കാലത്തെ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം പോലെ തന്നെയായിരുന്നു ഒരു യൂട്യൂബ് ചാനലും, നല്ല രീതിയിൽ പോകുന്ന ഒരു യൂട്യൂബ് ചാനൽ, അത് കഴിഞ്ഞിട്ടൊരു ബിസിനസ്, പിന്നെ വീട്ടിലത്തെ ഒരു ഹോം മേക്കർ എന്നുള്ള ഒരു രീതിയിൽ ഇതെല്ലാം കൂടിയിട്ട് ചെയ്തു പോകാൻ കഴിയുന്നത് ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. അപ്പോൾ
അതൊക്കെ ആ രീതിയിലേക്ക് എത്തിച്ചതെല്ലാം ദൈവവും നിങ്ങളും ഒക്കെ തന്നെയാണ്. ഇനി ഈ സിങ്കും കിച്ചണിലെ സിങ്ക് കൂടിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ക്ലീനിങ് അങ്ങ് കഴിഞ്ഞു. ഇനി അങ്ങ് കുളിക്കാം. കിച്ചണിൻ്റെ സിങ്ക് ഞാൻ ഡെയിലി കഴുകാറൊന്നുമില്ല കേട്ടോ. അതിൽ അധികം ഒന്നും ചെയ്യാറില്ല അങ്ങനെ. എന്തെങ്കിലും ലിഡ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കഴുകുക, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് സോപ്പൊന്നും കുറഞ്ഞ് വെച്ചിട്ടില്ലല്ലോ ഇവിടെ. ഇന്ന് മഴ ആയതുകൊണ്ടേ മുറ്റം ക്ലീനിങ് ഒന്ന് സ്കിപ്പ് ചെയ്തു. കുറേ പേര് എൻ്റെ അടുത്ത് മുടിയുടെ സീക്രട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ചിരി വരികയായിരുന്നു, എൻ്റെ മുടിക്ക് സീക്രട്ടോ ഇതിൽ. പക്ഷേ ഇതിനേക്കാളും നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതിപ്പോഴും എല്ലാവരും പറയും, അന്നത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ പറയും, ആ മുടിയൊക്കെ എവിടെ പോയി ഇതാണ് ചോദിക്കുക. പിന്നെ അത് ഞാൻ വെട്ടി 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 ഈ ഷേപ്പിലായതാണ് തോന്നുന്നുണ്ട്. മുടിയിൽ ഞാൻ ഒരു വക ട്രീറ്റ്മെൻറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ല. അന്ന് മുടി വെട്ടിയ സമയത്ത് തന്നെ ആ മുടി ഒന്ന് സെറ്റ് ചെയ്തതാണത് അന്ന്. അല്ലാണ്ട് ഒരു തരം ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഹെന്ന ചെയ്യാറില്ല, ഡൈ ചെയ്യാറില്ല, പിന്നെന്താ സ്ട്രൈറ്റനിങ് അങ്ങനെയൊക്കെയുള്ള ഓരോന്നില്ലേ, ഒരു കാര്യവും ചെയ്യാറില്ല. ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് എണ്ണ തേച്ചെങ്കിലായി. പിന്നെ മുടി ചീവാറില്ല, മുടി തീരെ ചീവാറില്ല അല്ല, എപ്പോഴെങ്കിലുമൊക്കെ മുടി ചീവാറുള്ളൂ. പക്ഷേ എപ്പോഴും ഞാനിങ്ങനെ മുടി ഇങ്ങനെ കെട്ടൊക്കെ കളഞ്ഞ് നീറ്റാക്കിയിട്ട് ഇടും. മുടി ഇങ്ങനെ കെട്ടി വയ്ക്കാനും എനിക്ക് ഇഷ്ടമല്ല, സ്ലൈഡ് കുത്തണത് ഇഷ്ടമല്ല. അപ്പോഴൊക്കെ എനിക്ക് തലവേദനിക്കണ പോലെ തോന്നും. എപ്പോഴെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ കെട്ടി വയ്ക്കലൊക്കെ ഉള്ളൂ. ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിന് വരെ എൻ്റെ അടുത്ത് കൊളാബ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇൻസ്റ്റയിൽ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കൊളാബ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് പറയുക. ഞാൻ യൂസ് ചെയ്യണ വല്ല കാര്യങ്ങളും ആണെങ്കിൽ അത് പിന്നെ പ്രൊമോഷൻ പോലെയല്ല, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് കാണിക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും എനിക്കങ്ങനെ വലിയ മേക്കപ്പും ഒരുപാട് പ്രൊഡക്ട്സും അങ്ങനെയൊന്നും ഞാൻ യൂസ് ആക്കാറില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഒരുപാട് വരിക. ഈ എന്തൊക്കെയോ ക്രീമൊക്കെ ഇല്ലേ, സ്കിൻ വൈറ്റനിങ് ക്രീമും ഇതൊക്കെ, അതൊന്നും ഞാൻ കാണിക്കാറില്ല. അങ്ങനത്തെ കുറേ വരാറുണ്ട്. ഇനി വല്ല വാസ്ലിനോ നിവിയോ ഡോവോ ഒക്കെ വരട്ടെ, അപ്പോൾ കൊളാബ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ തേക്കുന്ന ക്രീം. പിന്നെ എനിക്ക് അധികം വരുന്നത് ഏതാണെന്ന് അറിയോ, സാരിയുടെ മോഡലാവാൻ പറ്റും, മീൻസ് കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട്. അത് എനിക്ക് ഓൾറെഡി സ്റ്റോർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ ഒഴിവാകും അതിൽ. അങ്ങനെ കുറച്ച് ഈവനിങ് ആയപ്പോൾ ഇന്നധികം മഴ പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാരിയുടെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ. കുറേ പേര് ചോദിക്കാറുണ്ട്, വീഡിയോ ആരെങ്കിലും എടുത്തു തരികയാണോ? ആരും എടുത്തു തരുന്നതല്ല, നമ്മൾ തന്നെ ഇങ്ങനെ ഈ ട്രൈപോഡില്ലേ അതിങ്ങനെ മാറ്റി മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണികളെല്ലാം ഇരട്ടിപ്പണികളായിട്ടാണ് തോന്നുക. അതായത് ഇത് ആദ്യം കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് കൂടെ നോക്കിയിട്ട് ഓക്കെ ഈ ഭാഗം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഓരോ കുക്ക് ചെയ്യണ സമയത്തും അതെ, നമുക്കൊക്കെ ഡബിൾ സമയം വേണം. അപ്പോൾ അതങ്ങനെ മാറ്റി മാറ്റി അതിൽ കൂടെ ഒന്ന് നോക്കി കണ്ട്, അതായത് വെറുതെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ പോരല്ലോ, അതിൻ്റെ ഒരു ഭംഗി വരണ്ടേ. അതിൽ കൂടെ നോക്കുന്ന ആ കിട്ടുന്ന ഷോട്ടിന് ഒരു ഭംഗി വരണമെങ്കിൽ അതിൻ്റെ ആംഗിളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഭംഗിയുണ്ടോ, ചിലപ്പോൾ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കും, അതപ്പോൾ അവിടെ ഭംഗിയില്ല, അപ്പോൾ അപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെ ആകുമ്പോഴാണ് അത് സമയം ഒരുപാട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സാരിയുടെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൂര്യൻ വരുമ്പോഴേക്കും പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു യൂട്യൂബും പിന്നെ ഒരു ബിസിനസ്സും പിന്നെ ഹോം മേക്കറായിട്ടും എല്ലാം കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ഈ ചെയ്യുന്ന പണികളുടെ ഇടയിൽ കൂടെ തന്നെ ഓടിപ്പോയിട്ട് സാരി കാണിക്കുന്നു, അവിടെ നിന്ന് അതവിടെ വെച്ചിട്ട് വേഗം വന്നിട്ട് അപ്പോൾ സൂര്യൻ വരാനുള്ള സമയത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം അത് ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം. കാണുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. ഞാൻ പൊതുവേ എല്ലാ കാര്യങ്ങളും ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്യുക. റിലാക്സ് ചെയ്ത ഒരു മൂഡിലാണ് ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ല ഞാൻ വർക്കുകൾ ചെയ്യുക. എല്ലാതായാലും അതിലൊരു സന്തോഷം കണ്ടെത്തിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു ഈസിനെസ് തോന്നുന്നുണ്ടായിരിക്കും കാണുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ വീഡിയോ സാരിയുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടപ്പോഴേക്കും പിന്നെ എനിക്കിത് ഈ ലോങ് വീഡിയോ ഈ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. ഇത് എഡിറ്റ് ഇരിക്കാൻ നേരം കിട്ടാതെയായി. അപ്പോൾ പിന്നെ അതാണ് ഇത്ര വൈകിയത്.
അപ്പോൾ ഇതിനെല്ലാം ഒരുപാട് സമയം വേണ്ടൊരു കാര്യമാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ വീഡിയോ എടുത്തിട്ട് അതങ്ങനെ കൂട്ടി വെക്കുന്നതല്ല. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. അതെല്ലാം ഈ ഒരു മിനിറ്റിലേക്ക് ചുരുക്കി കൊണ്ടുവരണ്ടേ. വേണ്ടപ്പെട്ട ഭാഗങ്ങളെടുത്ത് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഭംഗിയിൽ തന്നെ എഡിറ്റ് ചെയ്യണ്ടേ. എടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുത്താൽ പോരല്ലോ. ഇതിനെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കുറേ പേര് ചോദിച്ചു സൂര്യൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്നുള്ളത്. അവൻ ഇപ്പോൾ +2 ആണ്. +1ൻ്റെ റിസൾട്ടാണ് അറിയാനുള്ളത്. കുറേ പേര് വിചാരിച്ചു അവൻ 10ലാണ്, +2 ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ ഇതും കഴിച്ച് രാത്രിക്കുള്ള ഫുഡ് ഇരിപ്പുണ്ട്. ചോറ് ഇരിക്കുന്നുണ്ട്. രാവിലത്തെ പത്തിരി ഉണ്ടാക്കിയില്ല, പൊറോട്ട ഉണ്ടാക്കിയില്ല, അതിൻ്റെ മാവ് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കറി ഇരിപ്പുണ്ട്. അങ്ങനെയെല്ലാം രാത്രിക്ക് ഞാൻ സേഫാണ്. അപ്പോൾ ഞങ്ങൾ വിളക്ക് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.